ഗ്രാമീണ സംരംഭകരെ ഡിജിറ്റൽ സാങ്കേതികവിദ്യയുടെയും കൃത്രിമ ബുദ്ധിയുടെയും ഓട്ടോമേഷന്റെയും ശക്തിയിലൂടെ ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപം കൊണ്ട ഇന്ത്യയിലെ ആദ്യ ഗ്രാമീണ സംരംഭക ഇ-കൊമേഴ്സ് മാർക്കറ്റ് പ്ലേസായ ഗ്രാമോദയ കൊച്ചിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഗ്രാമോദയ ലോഞ്ച് എക്സ്പോ ഉദ്ഘാടനം ജൂൺ 27-ന് എറണാകുളം ടൗൺ ഹാളിൽ ഹൈബീഡൻ MP നിർവഹിക്കും. കൊച്ചി മേയർ അഡ്വക്കേറ്റ് മിനിമോൾ, എറണാകുളം DIC ജനറൽ മാനേജർ രാകേഷ് തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും. എക്സ്പോ 28-ന് സമാപിക്കും. രാവിലെ 10 മുതൽ വൈകിട്ട് 8 മണി വരെയുള്ള പ്രദർശനം സന്ദർശകർക്ക് സൗജന്യമാണ്. കേരളത്തിലെ ഗ്രാമങ്ങളിലും ചെറുപട്ടണങ്ങളിലുമായി പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് സംരംഭകർ, കരകൗശല പ്രവർത്തകർ, കർഷകർ, കുടുംബശ്രീ യൂണിറ്റുകൾ, വനിതാ സംരംഭകർ, സ്വയം സഹായ സംഘങ്ങൾ എന്നിവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വിശാലമായ വിപണി ലഭ്യമാക്കുക എന്നതാണ് ഗ്രാമോദയയുടെ പ്രധാന ലക്ഷ്യമെന്ന് ഗ്രാം റൈസ് വെഞ്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സ്ഥാപകനും CEO-യുമായ ഡോജോ ജോസ് എറണാകുളം പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അതിൽ നിന്നൊക്കെ മനസ്സിലാക്കിയൊരു കാര്യം, ലാർജ് എൻ്റർപ്രൈസസ്, വലിയ എൻ്റർപ്രൈസസിന് അവർക്ക് അവരുടേതായ ടീമുണ്ട്. അതായത് ലീഗൽ ടീമും മാർക്കറ്റിംഗ് ടീമും എല്ലാം ഉണ്ട്. ചെറുകിട സംരംഭകർക്കാണ് ഇതൊന്നും ഇല്ലാത്തത്. അവരെ ഹെൽപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ അവർക്കൊരു മുന്നോട്ട് പോകാനുള്ള ഒരു സന്ദർഭമോ അല്ലെങ്കിൽ അതിനുള്ളൊരു സഹായം കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോം റെഗുലറായിട്ട് ഒരിടത്തും കണ്ടിട്ടില്ല. അങ്ങനെയാണ് ഞങ്ങളത് ഇന്ത്യയിലേക്ക് വരാൻ കാര്യവും ഇവിടുത്തെ ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രി ഞങ്ങളെ കാണുകയും അങ്ങനെ സംസാരിക്കുകയും ചെയ്യുന്ന ഒരു ഭാഗമായിട്ടാണ് 2007 ഞങ്ങളൊരു പ്രോഗ്രാം ഇവിടെ നടത്തി. ഒരു റിസർച്ച് നടത്തിയപ്പോൾ മനസ്സിലായി ഇന്ത്യൻ MSMEs ആണ് ലോകത്തിലെ ഏറ്റവും വലിയൊരു MSME ഗ്രൂപ്പ് ആയിട്ട് നിൽക്കുന്നത്. പക്ഷേ അവർക്കൊന്നും ഒരു സപ്പോർട്ടും ഒരിടത്തൊന്നും ഇല്ല. നമ്മൾ ഈ ഗവൺമെൻറ് കൊടുക്കുന്ന ഈ സബ്സിഡിയും ബാക്കിയുള്ള കാരണങ്ങളും അല്ലാതെ ഒരു ബിസിനസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ഐഡിയ ഒന്നും അവർക്കില്ല. അപ്പം അതിനെ സംബന്ധിച്ച് ഞങ്ങൾ 2007 ഒരു ചെറിയ റിസർച്ച് നടത്തി. 2009 ഞങ്ങൾ ബാംഗ്ലൂർ കമ്പനി ഫോം ചെയ്തു, സ്മോൾ എൻ്റർപ്രൈസ് ഇന്ത്യ. സ്മോൾ എൻ്റർപ്രൈസ് ഇന്ത്യയാണ് ഇന്ത്യയിലെ വേണമെങ്കിൽ ഞാൻ പറയാം ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു MSME എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോം, ഒരു നോളജ് ഷെയറിംഗ് പ്ലാറ്റ്ഫോമാണ്. അത് നമ്മൾ വളർത്തിക്കൊണ്ട് വന്ന് അതിൻ്റെ അകത്തുനിന്ന് വളരെ കോൺഫറൻസും കൺസൾട്ടിങ്ങും നമുക്ക് റെഗുലറായിട്ടുള്ള അവർക്കുള്ള കണ്ടൻറ്റും എല്ലാം കൊടുത്ത് അവരെ ഹെൽപ്പ് ചെയ്യും, ഹാൻഡ് ഹോൾഡിംഗ് ആയിരുന്നു. അപ്പം നമുക്ക് ഒരു മോർ ദാൻ 30 ഡൊമൈൻ എക്സ്പേർട്സ് ഉണ്ട്. ലീഗൽ, ഫാമിലി ബിസിനസ്, ഓൺട്രപ്രണർഷിപ്പ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ്, അങ്ങനെ കുറേ ഏരിയാസുള്ള. ഇപ്പോൾ ഇവരെ ആണ് നമ്മുടെ ഏറ്റവും വലിയൊരു സപ്പോർട്ട് സിസ്റ്റം ഈ MSMEs. നമ്മളിപ്പം ഫോക്കസ് ചെയ്യുന്നത് കേരളത്തിലെ വെണ്ടേഴ്സിന് വേണ്ടി. കൺസ്യൂമേഴ്സ് ഇന്ത്യ മുഴുവൻ പ്ലാൻ ചെയ്യും. ആദ്യം കേരളത്തിൽ നോക്കിയിട്ട് പതുക്കെ അടുത്ത 3-4 മാസത്തിനുള്ളിൽ ഇന്ത്യ മുഴുവനോട്ട് പോകും. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമാണ് എത്തിക്കുക. അപ്പം ഇവരെ സംബന്ധിച്ചോളം ഇവർക്ക് ഒരിക്കലും കിട്ടാത്ത ഒരു ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണിത്. ആമസോണും ഫ്ലിപ്കാർട്ടും ഒക്കെ നല്ല ചിലവുണ്ട് കയറാൻ. അത് കുറേ കോംപ്ലക്സുമാണ് അവർക്ക് കയറാൻ. നമ്മൾ വളരെ ഈസി ആയിട്ട്, പക്ഷേ നമുക്ക് ലൈസൻസ് എല്ലാം വേണ്ടി വരും. നമ്മൾ ലൈസൻസ് ഇപ്പം ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാണെങ്കിൽ FSSAI ലൈസൻസ് വേണം, ആയുർവേദിക്കാണ് ആയുഷ് ലൈസൻസ് വേണം. അങ്ങനെ ഓരോ പ്രോഡക്റ്റ് വിൽക്കുന്നവർക്ക് ആ ലൈസൻസ് വേണം. അത് ഞങ്ങൾ വളരെ സ്ട്രിക്റ്റാണ്. കാരണം അത് നമ്മുടെ പ്ലാറ്റ്ഫോമിൻ്റെ ഒരു ക്രെഡിബിലിറ്റിയും കൂടെയാണ്. അല്ലാതെ കൊടുത്തു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മളെ കൂടെ ബാധിക്കുന്നുണ്ട്. നമ്മളത് വളരെ സ്ട്രിക്റ്റായിട്ട് അത് ക്വാളിറ്റി പ്രോഡക്റ്റ് കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഗ്രാമോദയ എന്നുള്ളൊരു ചിന്ത എല്ലാവർക്കും വരുത്തണം. ആ ഒരു രീതിയിലാണ് നമ്മുടെ മുന്നോട്ട് പോകുന്നത്. ഗ്രാമോദയ ഒരു സാധാരണ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം മാത്രമല്ല, അത്യാധുനിക CRM സംവിധാനം, ഡിജിറ്റൽ വെണ്ടർ മാനേജ്മെൻറ്റ്, ഓട്ടോമേറ്റഡ് കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ എന്നിവ സംയോജിപ്പിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംരംഭങ്ങളിൽ ഒന്നാണെന്നും CEO ഡോജോ ജോസ് പറഞ്ഞു.